നമസ്കാരം. ബീന സ്റ്റോറീസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരിഞ്ഞുനോട്ടം എന്ന ഒരു ചെറുകഥയുമായിട്ടാണ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത്. കഥയിലേക്ക് പോകാം. ചന്നം ഭിന്നം പെയ്തുകൊണ്ടിരുന്ന മഴ ഒന്ന് തോർന്നു നിൽക്കുകയായിരുന്നു. കാറിൻ്റെ ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്ന മീര പെട്ടെന്ന് ഡ്രൈവറോട് പറഞ്ഞു, കാർ ഒന്ന് സൈഡിൽ ഒതുക്കി നിർത്താമോ? റോഡിൻ്റെ തൊട്ടരികിലുള്ളൊരു പാർക്കിൽ കുട്ടികൾ കളിക്കുകയായിരുന്നു. അവർക്കിടയിൽ പെട്ടെന്നൊരാളെ കണ്ടപ്പോൾ അവളുടെ ഹൃദയം ഒന്ന് പിടഞ്ഞു. അമൽ. തലമുടിയിൽ ചെറുതായി നര കയറിയിരുന്നു. മുഖത്ത് പ്രായത്തിൻ്റെ രേഖകൾ, പക്ഷേ പുഞ്ചിരിക്കൊരു മാറ്റവുമില്ല. അയാളുടെ കയ്യിൽ 5 വയസ്സുള്ളൊരു കുഞ്ഞുമകൾ തൂങ്ങിക്കിടക്കുന്നു. മറ്റേ കയ്യിൽ ഒരു കോൺ ഐസ്ക്രീം പിടിച്ചിരിക്കുന്നു. തൊട്ടടുത്ത് സുന്ദരിയായ ഭാര്യ അത് നോക്കി ചിരിക്കുന്നു. അപ്പോൾ ദൂരെ കളിച്ചുകൊണ്ടിരിക്കുന്ന മകൻ ഓടി വന്ന് വിളിച്ചു, അച്ഛാ, എന്നെ ഓടിപ്പിടിക്കൂ. ഐസ്ക്രീം മോൾക്ക് കൊടുത്തിട്ട് അമൽ ചിരിച്ചുകൊണ്ട് അവനെ പിന്തുടർന്നു. ഭാര്യ അത് നോക്കി വീണ്ടും പുഞ്ചിരിച്ചു. അവളുടെ ആ പുഞ്ചിരി കണ്ടപ്പോൾ മീരയുടെ മനസ്സ് ഒരു 20 വർഷം പിന്നിലേക്ക് ഓടിപ്പോയി. ആദ്യമായി കണ്ട ദിവസം ചായക്കപ്പ് കൈമാറുമ്പോൾ അവളുടെ കൈ വിറച്ചിരുന്നു. ടെൻഷനുണ്ടോ? അമൽ ചോദിച്ചു. കുറച്ചുണ്ട്. എനിക്കും. രണ്ടുപേരും ചിരിച്ചു. ആ ചിരിയിലായിരുന്നു അവരുടെ ജീവിതത്തിൻ്റെ തുടക്കം. വിവാഹത്തിന് ശേഷം ആദ്യ യാത്ര മൂന്നാറിലേക്കായിരുന്നു. മഴയിൽ നനഞ്ഞ ചായത്തോട്ടത്തിലൂടെ നടക്കുമ്പോൾ മീരയുടെ കാൽ ചെറുതായി വഴുതി. അമൽ പെട്ടെന്ന് അവളുടെ കയ്യിൽ കയറി പിടിച്ചു. ഞാൻ വിടില്ല. അവൾ കളിയായി ചോദിച്ചു, ജീവിതകാലം മുഴുവൻ? അതെ, സംശയിക്കണ്ട. ആ മറുപടി കേട്ട് അവൾ ആദ്യമായി മനസ്സ് തുറന്ന് വീണ്ടും വീണ്ടും ചിരിച്ചു. അവന് അവളുടെ ഇഷ്ടങ്ങളെല്ലാം അറിയാമായിരുന്നു. ജന്മദിനത്തിൽ പുസ്തകങ്ങൾ സമ്മാനിച്ചു. ഓരോ വെള്ളിയാഴ്ചയും ഒരുമിച്ച് സിനിമ കാണുക പതിവായിരുന്നു. രാത്രിയിൽ ബാൽക്കണിയിൽ ഇരുന്ന് മഴ കാണൽ അവളുടെ ഇഷ്ടവിനോദമായിരുന്നു. തമ്മിലുള്ള ചെറിയ വഴക്കുകൾ, വീണ്ടുമുള്ള ഇണങ്ങിച്ചേരൽ, മണിക്കൂറുകളോളം ഒരുമിച്ചുള്ള സംസാരം ഒക്കെ. സത്യത്തിൽ അവർക്കിടയിൽ സ്നേഹക്കുറവ് ഉണ്ടായിരുന്നതേയില്ല. ഇല്ലാതിരുന്നത് മറ്റൊന്നായിരുന്നു. മാസങ്ങൾ കടന്നുപോയപ്പോൾ മീരയുടെ ഉള്ളിലെ ഭയം വലുതായി. അവൾക്ക് ദാമ്പത്യ ജീവിതത്തിൻ്റെ ശാരീരിക വശത്തോട് ഒട്ടും താല്പര്യമില്ലായിരുന്നു. തുടർന്ന് ഡോക്ടർമാർ, കൗൺസിലിങ്, പ്രാർത്ഥന എല്ലാം വിഫലമായിരുന്നു. ഒരു മാറ്റവും ഉണ്ടായില്ല. ഒരു രാത്രി കരഞ്ഞുകൊണ്ട് അവൾ ചോദിച്ചു, നിനക്കെന്നോട് ദേഷ്യമില്ലേ? അവളുടെ കണ്ണുനീർ തുടച്ചു. ഒരിക്കലുമില്ല. നിൻ്റെ ജീവിതം ഞാൻ നശിപ്പിക്കുകയല്ലേ അമൽ? നീ എൻ്റെ ജീവിതം നശിപ്പിച്ചിട്ടില്ല. നീ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് മീരെ. പക്ഷേ മീര, എല്ലാ വിവാഹങ്ങളും ഒരു മാതൃകയിലായിരിക്കണമെന്നില്ല എന്ന് നിനക്കറിയില്ലേ? അവൾ തലകുനിച്ചു. പക്ഷേ അമൽ, സമൂഹം അത് മനസ്സിലാക്കില്ല. സമൂഹമല്ല നമ്മളാണ് ജീവിക്കേണ്ടത്. എന്നാൽ അവളുടെ കുറ്റബോധം ദിവസങ്ങൾക്കൊപ്പം വളർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ വിവാഹമോചനത്തിൻ്റെ പേപ്പർ അവൾ തന്നെ കൊണ്ടുവന്നു. അമൽ ഒപ്പിടാതെ മണിക്കൂറുകളോളം നോക്കിയിരുന്നു. ഒരിക്കൽ കൂടി ആലോചിച്ചിട്ട് പോരെ മീരെ? വേണ്ട, എനിക്കൊരു പ്രശ്നവുമില്ല അമൽ. പക്ഷേ എനിക്കുണ്ട്. അവസാനം അവളുടെ കണ്ണുനീരിന് മുമ്പിൽ അമൽ അത് ഒപ്പിട്ടു. കോടതിയിലും ചുറ്റുമുള്ളവരോടും എല്ലാം അവർ രണ്ടുപേരും ഒരേ കാര്യം പറഞ്ഞു. പരസ്പര ധാരണ പ്രകാരം. പരസ്പര ബഹുമാനം അവസാനം വരെ അവർ കാത്തു സൂക്ഷിച്ചു. അവൾ ഓർത്തുപോയി. മാഡം. ഡ്രൈവറുടെ വിളി കേട്ടാണ് മീര ഞെട്ടി ഓർമ്മകളിൽ നിന്നും തിരിച്ചു വന്നത്. പോകണ്ടേ? മീറ്റിങ്ങിനെത്താൻ വൈകും. ഒരു 5 മിനിറ്റ് കൂടി. അവൾ വീണ്ടും പാർക്കിലേക്ക് നോക്കിയിരുന്നു. അമലിൻ്റെ മകൾ ഓടി വന്ന് അവൻ്റെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചു. അവൻ അവളെ എടുത്തുയർത്തി നെറ്റിയിൽ ചുംബിച്ചു. ആ കാഴ്ച കണ്ടപ്പോൾ മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. അന്ന് ഞാൻ ആഗ്രഹിച്ചതും ഇതുതന്നെയായിരുന്നു. അവൻ പൂർണ്ണമായ ഒരു ജീവിതം ജീവിക്കണം. അവൻ എന്നെ ഒരിക്കലും കുറ്റപ്പെടുത്തിയില്ല, കോടതിയിലും ബന്ധുക്കളുടെ മുന്നിലും പോലും. അതാണ് അവൻ്റെ മഹത്വം. എനിക്കവന് പൂർണ്ണമായും ഒരു ഭാര്യയാകാൻ കഴിഞ്ഞില്ല. പക്ഷേ അവൻ എനിക്കൊരു മനുഷ്യനെന്ന നിലയിൽ നൽകിയ ബഹുമാനം ഇന്നും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനമാണ്. അവൾ മൃദുവായി ഉള്ളിൽ ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് മനസ്സിൽ പറഞ്ഞു, നന്ദി അമൽ. ആ വാക്കുകൾ പക്ഷേ അവൻ കേട്ടില്ല, കേൾക്കേണ്ടതുമില്ല. ചില നന്ദികൾ നേരിട്ട് പറയാതെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും മനോഹരം. കാർ പതുക്കെ മുന്നോട്ട് നീങ്ങി. റിയർ വ്യൂ മിററിലൂടെ പാർക്കിൻ്റെ ദൃശ്യം ചെറുതായി ഒടുവിൽ അപ്രത്യക്ഷമായി.
കഥ ഇഷ്ടമായോ? ഇനി അടുത്തൊരു കഥയുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.